അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം ഒരു 10-11 മണിയായിട്ടുണ്ട്. മഹദിനെ ഞാൻ വേഗം ഉറക്കിയിട്ട് വന്ന് നമുക്ക് കുറച്ച് പണിയെല്ലാം തീർക്കാനുണ്ട്. അങ്ങനെ മിഷനിലിട്ടിട്ട് അതിന് ശേഷം എല്ലാം ഉള്ളിലെല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് ഒന്ന് അടിച്ചിട്ടെടുത്തിന്. അതിൻ്റെ ആയിട്ടില്ലേ കിച്ചണിലോട്ട് കയറിനും. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയെല്ലാം നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതില്ലേ വെള്ളരീൻ്റെ കറിയും പിന്നെ നമ്മളെ വെണ്ടക്കല അതായത് എന്താണെന്ന് വെച്ചാൽ പയറ് പിന്നെ കുറച്ച് മീൻ ഫ്രൈ, പപ്പടം, പിന്നെ നമ്മളെ ഫേവറേറ്റായ ഉപ്പിലിട്ടതില്ലേ മാങ്ങ ഉപ്പിലിട്ടത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാവേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെതാ ഞാൻ ഉപ്പേരി റെഡി ആയതിനു ശേഷം അതിനൊന്ന് കലം പോരുന്നുണ്ട്. എന്നിട്ടായിട്ട് അപ്പുറത്തുള്ള വെള്ളരിയുണ്ട്, അതിനെയും ഇതേ ഫ്രൈ പാനിൽ കലം പോരി എടുക്കുന്നുണ്ട്. അതെല്ലാം ആയിട്ടായതിനു ശേഷം അതേ ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പുറത്ത് നല്ല മഴ വരുമ്പോഴേക്കില്ലേ ഉള്ളിൽ നല്ല ചൂട് മീൻ ഫ്രൈ, മീൻ കറി, ചോറ് അങ്ങനെ എല്ലാം ആക്കിയിട്ട് വയ്ക്കാൻ ഒരു ഭയങ്കര വൈബല്ലേ. അല്ലെങ്കിൽ എല്ലാം പച്ചക്കറി വെച്ചിട്ടൊരു ചിക്കൻ ഫ്രൈ അല്ലേ, അങ്ങനെയെല്ലാം ഒരു മജ തന്നെയല്ലേ. നല്ല മഴ വരുമ്പോൾ പുറത്ത് കറിയെല്ലാം അവിടെ റെഡി ആകുമ്പോൾ അവിടെ ചോറ് തിളച്ചുകൊണ്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ചോറിനൊന്ന് വാർത്തിട്ട് വന്നിന്. എന്നിട്ട് അതിൻ്റെ എല്ലാം കലം പൊരിച്ചതിന് ശേഷം ലാസ്റ്റ് മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് നമുക്കൊന്ന് മുളകിനൊന്ന് പൊള്ളിച്ചെടുക്കാം. എന്തിനറിയാം ഇത് ഉപ്പിൻ്റെ ആക്കാൻ. നമ്മളെ കാസർഗോഡുകാർ പറയുന്നത് ഉപ്പിൻ്റെ എണ്ണ അറിയാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പപ്പടം ചുട്ടെടുക്കാം. അങ്ങനെ ഈ ഉപ്പിൻ്റെ ആക്കാനല്ലേ മുളകിനൊന്ന് ചുട്ടെടുത്തിന് അതിൽ ഉപ്പിട്ടിന് നല്ല പൊത്തുണ്ണി വാങ്ങണ്ടതിന് നമ്മളെ ബാബിൻ്റെ അളമ തന്ന് നല്ല അടിപൊളി ഉപ്പിൻ്റെ എണ്ണ റെഡി ആയിന്. എന്നിട്ട് പപ്പടവും ചോറെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയിൽ ചൊറിയിച്ചതാണ്. അപ്പോൾ അത് നല്ല കളിയിലും ഡാൻസിലും ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ചൂടോടെ കഴിക്കാം. പുറത്ത് നല്ല മഴ വരുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഇരുന്നിട്ട് ചൂടോടെ കഴിക്കാനൊരു വൈബ് തന്നെയല്ലേ. അത് ഈ പപ്പടവും കുറേ പലതരം കറിയും മീൻ ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ മസാല ഒരു വേറെ തന്നെ മജ. അങ്ങനെ നല്ല ഉപ്പിൻ്റെ എല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.